പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം വാർത്ത പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിന് മുന്നിൽ PTA പ്രവർത്തകരുടെ വൻ പ്രതിഷേധമെന്നും റിപ്പോർട്ടുകൾ. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 2023 മുതൽ വിവിധ കേസുകളിൽപ്പെട്ട് റാവൽപിണ്ടിയിൽ അഡിയാല ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ. അദ്ദേഹമാണ് ഇന്ന് കൊല്ലപ്പെട്ടു എന്ന രൂപത്തിൽ സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. അതിനുശേഷം പാകിസ്ഥാനുമായി തർക്കം നിലനിൽക്കുന്ന ബലൂചിസ്ഥാനിൽ നിന്നുള്ള അവരുടെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസി അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ഏജൻസിയാണ് ഇക്കാര്യത്തിൽ ആദ്യം വാർത്തയായി ഒരു ഔദ്യോഗിക വാർത്ത എന്ന രൂപത്തിൽ ഈ വിവരം പുറത്തുവിടുന്നത്. റാവൽപിണ്ടിയിൽ അഡിയാല ജയിലിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ ഇമ്രാൻഖാന്റെ അനുയായികൾ, പ്രത്യേകിച്ചും തെഹ്രീക്ക് ഈ പാകിസ്ഥാൻ അടക്കമുള്ള സംഘടനകളുടെ അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ 3 സഹോദരിമാരടക്കം അവിടേക്ക് എത്തുകയും അവിടെ വലിയ പ്രതിഷേധം, ജയിലിന് മുന്നിൽ അദ്ദേഹത്തെ കാണണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തുവിടണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധത്തെ പാകിസ്ഥാൻ പട്ടാളം നേരിടുന്നു. ആ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന്റെ 3 സഹോദരിമാരെയും വലിച്ചിഴച്ചുവെന്നും അവരെ മർദ്ദിച്ചുവെന്ന രൂപത്തിലുള്ള ആക്ഷേപവും അത് വലിയ ആരോപണമായി മാറുന്നു. അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് ഇന്ന് ശരിക്കും പാകിസ്ഥാനിൽ സംഭവിച്ചത്. പക്ഷേ ഈ രൂപത്തിൽ വാർത്ത വലിയ രൂപത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നതോടെ ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ജനകീയ നേതാവ് കൂടിയാണ് ഇമ്രാൻഖാൻ. അദ്ദേഹത്തെ ജയിലിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന രൂപത്തിലുള്ള വാർത്ത അല്ലെങ്കിൽ ആ വാർത്ത വലിയ രൂപത്തിൽ പ്രചരിക്കുമ്പോൾ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് അക്കാര്യത്തിൽ ഉണ്ടായത്. ഇതിന്റെ മറ്റൊരു തലം പാകിസ്ഥാനിലെ സൈനിക സർക്കാരാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. അല്ലെങ്കിൽ സൈന്യം പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരാണ് പാകിസ്ഥാനുള്ളതെന്ന് നമുക്കറിയാം. അത് ഇമ്രാൻഖാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ജയിലിൽ എത്തുന്ന സമയത്ത് ആദ്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി ISIയും അതോടൊപ്പം തന്നെ സൈനിക മേധാവിയായുള്ള അസീം മുനീറുമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളും കുടുംബാംഗങ്ങളും ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ വ്യാജ വാർത്തയാണെങ്കിൽ പോലും ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രൂപത്തിൽ റാവൽപിണ്ടിയിലും ഇപ്പോൾ ആ പ്രതിഷേധം പാകിസ്ഥാന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സൈന്യം നേരിടാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രസ്താവനകളോ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം മരണപ്പെട്ടു എന്ന വലിയ രൂപത്തിൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുകയാണ്. ഉന്മേഷ്, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.